ലൈവ് അവസാനിപ്പിക്കാനടി വാടി. ലൈവ് അവസാനിപ്പിക്കാൻ എല്ലാരും ചോദിക്കുന്നു. എടി എല്ലാരും ചോദിക്കുന്നു, ജസ്റ്റ് ഒന്ന് കൺക്ലൂഷൻ കൊടുക്കാനാ. Happy birthday to you. Happy birthday to you. Happy birthday to you, Arya. Happy birthday to you. പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചായിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? ഒരല്പം പോലും പ്രതീക്ഷിച്ചില്ല? ഞങ്ങളങ്ങനെ പലതും പറയും, ഇയാൾ അതെല്ലാം കേട്ട് വിശ്വസിച്ചിരിക്കുവാണോ? രാത്രി 12 മണിക്ക് നമ്മൾ നമ്മുടെ ആര്യയുടെ കേക്ക് മുറിക്കാൻ പോവാട്ടോ. ഒരുത്തൻ ഓടി നടന്ന് ഫോട്ടോ അങ്ങ് എടുക്കുക. എന്തോന്നടേ? എന്തുവിടെ നടക്കുന്നത്? ആ കത്തി അങ്ങോട്ട് ഐശ്വര്യമായിട്ട് എടുത്തേ. ഓ കത്തിക്കണോ ഇല്ലേ മോളെ? ആ ലൈറ്റർ എടുത്ത് കൊടുക്കും മോളെ. അവിടുന്ന് ഇതായിരിക്കുന്നു ലൈറ്റർ. ഇതായിരിക്കുന്നു. മറിക്കണേയോ? എവിടെ മറിക്കുന്നത്? മാറിക്കടാ. ഓ ആര്യ അങ്ങോട്ട് വേണ്ടേ? അടുത്തോട്ട് വെക്കണ്ട, അടുത്തോട്ട് വെച്ചാൽ കാണത്തില്ല. ഓ കേക്കില് മെഴുകുതിരി കത്തിക്കുന്ന പാട്. കേക്കിൽ മെഴുകുതിരി കത്തിച്ചു. ഇനി പിന്നെ ഊതണം. വേണ്ട, ഊതിയപ്പോ 5 വരെ വീണ്. ബർത്ത്ഡേ ആര്യ, ഹാപ്പി ബർത്ത്ഡേ ആര്യ, ഹാപ്പി ബർത്ത്ഡേ ആര്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തോ ഇതിനകത്ത് ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കത്തില്ല. ഇപ്പോഴേ ഒന്നും ഒളിപ്പിച്ച് വയ്ക്കാൻ സമയമാകുമ്പോൾ ഒളിപ്പിച്ച് വയ്ക്കും. കേക്കൊന്നും കൊടുക്കുന്നത് ഇതിനകത്ത് കിട്ടുന്നില്ല. ഇവന് ക്യാമറ ഒന്നും വെക്കാൻ അറിയത്തില്ല. അയ്യോ അയ്യോ, സ്നേഹമൊക്കെ ഇപ്പൊ കറക്കുമല്ലോ ആര്യ. ഇനി എല്ലാവരുടെ സമ്മാനദാന ചടങ്ങാണേ. അയ്യോ ഞാൻ എന്റെ സമ്മാനം എടുത്തില്ല. നിങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കും. അവള് സ്വന്തമായിട്ടുണ്ടാക്കിയത്. എല്ലാം കാണിച്ചു തരാം. കൂടെ വന്നിട്ട് ഇത് നമ്മുടെ സെയ്തിന്റെ സമ്മാനം കണ്ടോണേ. ചേച്ചിയുടെ ഇത് ഡോറ കൊടുത്ത സമ്മാനം. കറക്റ്റ്. ഞാൻ ഇതുപോലെ എടുക്കണമെന്നാണ് വിചാരിച്ചേ. ഞാൻ എടുക്കണമെന്ന് ഞാനും വിചാരിച്ചു, എടുത്തു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ലിച്ചായ ഇനി ഇവന്റെ സമ്മാനം വാങ്ങിച്ചോടോ. അയ്യോ എന്തിനാ നിനക്ക് നാണം വരുന്നത്? സെയ്തങ്ങ് നാണിച്ച് കുലുങ്ങുന്നല്ല അങ്ങ്. വെൽക്കോ. എന്തോ കണ്ടോ ഒരു സൈഡിൽ ഒരു ബിഗ് സർപ്രൈസ് കേട്ടോ ആര്യക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ഒരു സർപ്രൈസ് വരുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആര്യക്ക് ആ ഒരു സർപ്രൈസ് നമ്മൾ കൊടുക്കും.
നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. ആര്യയ്ക്ക് കൊടുക്കുന്ന സർപ്രൈസ് എന്താണെന്ന് കാണാനായിട്ട്. ഇത് ഈ സർപ്രൈസ് എൻ്റെയും സെയ്ദിൻ്റെയും സ്പെഷ്യൽ സർപ്രൈസ് ആണ്. ഇതല്ല കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള സർപ്രൈസ്. എൻ്റെയും സെയ്ദിൻ്റെയും ലുട്ടാപ്പിയുടെയും എൻ്റെയും ബിഗ് സർപ്രൈസ്. ലുട്ടാപ്പിയുടെയും ഈ ലുട്ടാപ്പിയുടെയും ബിനോയുടെ എന്റെയും ലുട്ടാപ്പിയുടെ. എന്തോ ഇത് ഇത്രയും കുത്തി കീറുന്നത്? അയ്യോ എന്റെ പെണ്ണുമ്പിള. പാവം പിടിച്ച എന്റെ പെണ്ണുമ്പിള അവിടെ ഇരിക്കുന്നു. വേണ്ടേ ആര്യക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഡ്രസ്സായിരിക്കും ആണോ? പഴയ പാന്റിന്റെ അളവ് എനിക്കറിയാം, ഞാൻ എടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിച്ചു. ഇനിയുണ്ടോ? അതെന്റെ ടോപ്പ്. ഓ ഓ ആ ആ. അതിനടാ നേരെ ഇട്ട് പാക്ക് ചെയ്യാനത് തിരിച്ചിട്ട് പാക്ക് ചെയ്ത സമയം കിട്ടിയില്ല. മേടിച്ച് നിന്റെ ബാഗിനകത്ത് വെച്ചില്ലേ? ഇന്നലെ എന്നോട് പറഞ്ഞ് സംഗതി ഇരിപ്പുണ്ടെന്ന്. കാണിക്കാതെ കൊള്ളാട്ടാ, രസമുണ്ട്. സ്റ്റാറൊക്കെ ഉണ്ട്. മോഡേൺ അല്ലേലും ആര്യ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ മാത്രം നാടനായിട്ട് അഭിനയിച്ചിട്ടുള്ളു. ആര്യ അല്ലാതെ മൊത്തത്തിൽ മോഡേണാ. എന്താ അല്ലേ? ഒയ്യോ ഒയ്യോ. ഇനി അടുത്തതായി നമ്മുടെ പരിപാടിയിലോട്ട് കടക്കണ്ട്. ആ പ്രിൻസിയുടെ ഗിഫ്റ്റ് കാണിച്ചില്ല. അതാണ് നമ്മള് കാണുന്നത്. എല്ലാ പ്രിൻസിയുടെ ഗിഫ്റ്റാണ് നമുക്ക് മെയിനായിട്ട് ഇനി കാണേണ്ടത്. പാവ അവക്ക് ഇത് കൂട്ടൊന്നും ഇല്ലാത്തോണ്ട് പടം വരച്ച് ഇഷ്ടമായ കൊണ്ട് അന്ന് വല്ലപ്പോ ഞങ്ങൾക്ക് മേടിച്ച പടം എന്തി പടം ചേച്ചിക്ക് വരയ്ക്കാൻ എനിക്ക് വരയ്ക്കാൻ വേണ്ടി ബുക്ക്, പിന്നെ അവളുടെ ഗിഫ്റ്റ്. പ്രിൻസിയെ കൊണ്ട് കഴിയുന്നൊരു ഗിഫ്റ്റ്. അതിനകത്തില്ലേ ഇനി? ഇത് വല്ലമ്മ വരച്ചത് ഞാൻ എടുത്ത് വെച്ച് ഇതിനകത്ത് എന്താ എഴുതിയിട്ടുണ്ട്. അത് നീലിലെ ചൂടും വെണ്ണിലെ ശബ്ദത്തെ എരിയിലെ സ്നേഹത്തെ അരുഷിയുള്ള അത് ബിനോയ് ചേട്ടനെ ഓർത്ത് എഴുതിയതായിരിക്കും. അന്ന് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആര്യ ചേച്ചി. അത് അകത്ത് എഴുതിച്ചിരിക്കുന്നു ആര്യ ചേച്ചി. എന്നെ വരച്ചത് അവളുടെ ബാക്ക് മുടി അത് വേണം തോന്നുന്നു വരച്ചത്. അടുത്തുണ്ട് അതിൽ അവളിട്ടിരുന്നു. അല്ല വേറെന്തോ കമ്മല. പക്ഷെ അവൾ ആക്ടിവിറ്റി ഉള്ള കമ്മല. ഇന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ. ബൈ ബൈ. ഇല്ലില്ല, ബൈ ബൈ പറയണ്ട. ബൈ ബൈ പറയാനുള്ള സമയമായില്ല. പിടിച്ചേ. ഞങ്ങളുടെ അതായത് എന്റെയും സെയ്ദിന്റെയും ഒരു ബിഗ് സർപ്രൈസ്. വേണ്ട, കേക്ക് തേക്കരുത്. ബിഗ് സർപ്രൈസ്. ആര്യങ്ങ വേറെ ആര്യ അവിടെ നിന്നാ മതി. അവിടെ
അപ്പൊ എന്തെങ്കിലും പണി തരണമെങ്കിൽ ഇല്ലില്ലേ ഒരു മിനിറ്റ് തുണിയൊക്കെ മാറ്റിയിട്ട് ഒരു മിനിറ്റ്. ഒരാള് തുണി മാറ്റി മുട്ട 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 എടി കണ്ട് മുട്ട ഇവിടെ മൊത്തം അഴുക്ക്. മൈക്ക് ഇങ്ങെടുത്തോ കുഴപ്പമില്ല. മൈക്ക് മൈക്ക് ഇന്ന് നമ്മള് വലിയൊരു സർപ്രൈസ് അരിക്ക് കൊടുക്കുന്നു. അരിക്ക് കൊടുക്കുന്നു. ദാ, നീ ഐശ്വര്യമായിട്ട് പൊട്ടിച്ചോ. ഐശ്വര്യമായിട്ട് നീ പൊട്ടിച്ചോ. അയ്യോ അങ്ങനെ ഞാൻ മുമ്പ് ഞാൻ 2 മുട്ട പൊളിച്ചായി. അയ്യേ പിള്ളേര് അയ്യേ മാറില്ല മോളവിടെ ഇരിക്കടി. ഈ മുട്ടയും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചുമ്മാ ഐഡിയ അല്ല. എന്ത് ഞാൻ മാറിക്ക മോളെ കാണാൻ പറ്റുന്നില്ലടി. മുട്ട വേണ്ട മുട്ട. എന്നിട്ട് തൊട്ട് അരിപ്പൊടി വരെ ഇരിപ്പുണ്ട്. അന്നേരവും പറഞ്ഞു അരിപ്പൊടി ഇടണ്ട, ഇപ്പൊ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ അരിപ്പൊടി ഞാൻ എടുത്ത് മാറ്റി. ഇല്ല കുളിച്ചു കഴിഞ്ഞു. അയ്യേ ഇത് ഞാൻ ബുൾസൈ അടിക്കാൻ 2 മുട്ട തരാമെന്ന് ചോദിച്ചപ്പോഴത്തേനും തരത്തില്ല. എന്തോ ആവശ്യം. മുട്ട മേടിച്ചേ. എത്ര മുട്ട? 4 മുട്ട വെറുതെ 4 ബുൾസൈ കഴിക്കാൻ. 5 വെച്ചാൽ 4 പൊടിച്ചോളൂ. ഒരെണ്ണം ഡോറ ചേച്ചി 3 പൊടിക്കാം. ഗബ്രൂട്ടാ ഹായ് പറ. അയ്യോ ചേച്ചി വെറുതെ. കഴിഞ്ഞോ? എന്റെ വീടിനെ മൊത്തം മൊത്തത്തോടും കൊണ്ട് അഭിഷേകം. അവര് കിടക്കേണ്ട സ്ഥലമാ ക്ലീനാക്കി തുടച്ചിട്ട് കിടന്നോളും. എടി മുട്ട തലയില് മുടി തേക്കുന്നത് നല്ലതാണ്. കണ്ട അവൻ എന്റെ അടുത്ത് പറഞ്ഞ അവള് കുളിക്കിട്ട് കുഴപ്പമില്ല, അവള് ഇച്ചിരി രാത്രി കുളിച്ചെന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ നുള്ളി പറയും. എനിക്ക് സങ്കടം പറഞ്ഞു. അയ്യോടാ മുഖത്തതിന്റെ ആവാതിരിക്കാതെ അത് അവനാ തേച്ചത്. അവനാ മുഖത്തോട്ട് തേച്ചത്. തലയ്ക്ക് നല്ലതാ. ജനുവരി 15 വരും. അതോർക്കണം. മതി കഴിവാം. ഭാര്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വരുമെന്ന്, പക്ഷെ ഇത് പ്രതീക്ഷിച്ചില്ല. ഞാൻ കൂടിപ്പോയാ മൈദ വെള്ളമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഹായ് പറ. കഴിവാൻ പാടില്ല. ഞാനാ വേണ്ടെന്ന് മാറ്റിയത്. ശരിയാവില്ല, നിന്റെ മുടിക്കാട്ട് വെട്ടി പോവില്ല. പോയി കുളിക്ക്. പറ വരൂ, നിന്റെ എക്സ്പീരിയൻസ് പറയൂ. പറ. ടാറ്റാ.